ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം. പ്രാർത്ഥനാപൂർവം ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് അല്പസമയം ചിന്തയ്ക്കായി ആധാരമാക്കുന്ന വേദഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു, പനി അവളെ വിട്ടുമാറി. ചിലരെ ജീവിതത്തിൽ തള്ളിയിടുന്ന ചില അവസ്ഥകളുണ്ട്. ഇവിടെ എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ജീവിതത്തെ രോഗത്തിൻ്റെ ബന്ധനം പത്രോസിൻ്റെ അമ്മാവിയമ്മയെ പിടിച്ചിരിക്കുകയാണ്. ഒരു അമ്മയാണ്, അമ്മാവിയമ്മയാണ്. അവർക്കൊരു കുടുംബമുണ്ട്, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, മക്കളുടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എഴുന്നേറ്റ് ആക്റ്റീവായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു നാളിലാണ് ഈ പനി എന്ന ചെറിയ ബന്ധനം. അവർ എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത വണ്ണം അവൾ നിലത്ത് കിടക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും കൂനിപ്പോയ അവസ്ഥകൾ, എഴുന്നേൽക്കാൻ കഴിയാത്ത ചില ബന്ധനങ്ങൾ, ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മീയമായ ജീവിതത്തിൽ നമ്മൾ എഴുന്നേറ്റ് സഞ്ചരിക്കാൻ കഴിയാത്ത, ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തെ പിശാച് കൊണ്ടെത്തിച്ചിരിക്കാം. പക്ഷെ ഇവിടെ പത്രോസിൻ്റെ അമ്മാവി അമ്മയുടെ അടുക്കൽ യേശു വരികയാണ്. യേശു അടുത്തു വന്നാൽ നിശ്ചയമായും നമ്മൾ എഴുന്നേൽക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇന്ന് അനേക രോഗികൾ പക്ഷാഘാതം പിടിച്ചും പല പല അവസ്ഥകളിൽ കിടക്കയിൽ കിടക്കുന്നവരുണ്ട്. അവരും ചിലപ്പോൾ ഒരു പിതാവായിരിക്കാം, ഒരു ജോലി സംബന്ധമായിരുന്നവർ പ്രവർത്തിച്ചവരായിരിക്കാം, പല മേഖലകളിൽ പ്രവർത്തിച്ചവരായിരിക്കാം. പക്ഷെ അവർക്ക് എഴുന്നേറ്റ് പ്രവർത്തിക്കാൻ പോലും കഴിയാതെ ഒരു സ്ഥലത്ത് നിശ്ചലനായി കിടക്കുന്ന ഒരവസ്ഥ. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടെ പ്രവർത്തിക്കാൻ ദൈവം അവസരം നൽകുകയാണ്. നമ്മുടെ കടമകൾ ഭംഗിയായി നിറവേറ്റുവാൻ, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാൻ, അത് കുടുംബത്തിലാകാം, സഭയിലാകാം, സമൂഹത്തിലാകാം, നമുക്ക് ദൈവം എഴുന്നേറ്റ് നടക്കാനുള്ള ശക്തി തന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഓടി നടന്ന് പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എഴുന്നേറ്റ് നടക്കാൻ ദൈവം കൊടുത്തിരിക്കുന്ന അവസരത്തെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. പല തിന്മ പ്രവൃത്തികളും അവരുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഒരാൾ കിടക്കുന്ന കിടക്കയിൽ കിടക്കുമ്പോഴാണ് ഇത് ദയനീയ അവസ്ഥ അറിയാൻ കഴിയുന്നത്. എഴുന്നേൽക്കാൻ കഴിയാതെ, സഞ്ചരിക്കാൻ കഴിയാതെ, പ്രവർത്തിക്കാൻ കഴിയാതെ, ഈ ലോകപരമായുള്ള ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു കിടക്കയിലായിരിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അവരവർക്കത് അനുഭവിക്കാൻ കഴിയും. സഞ്ചരിക്കാൻ കഴിയുന്ന സഞ്ചാര സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള എനിക്കും നിങ്ങൾക്ക് ദൈവം അതിന് അവസരം തന്നിരിക്കുമ്പോൾ നമ്മുടെ സഞ്ചാരങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഇടർച്ചക്കല്ലായി മാറരുത്, തിന്മയാക്കി മാറ്റരുത്. ദൈവം തന്നിരിക്കുന്ന മേഖലകളിൽ, ആത്മീക മേഖലകളിൽ, ഭൗതിക മേഖലകളിൽ നമുക്ക് പ്രവർത്തിക്കുവാൻ ദൈവം അവസരം തന്നിരിക്കുമ്പോൾ, അതിന് ഓടി നടന്ന് പ്രവർത്തിക്കുവാൻ അവസരം തന്നിരിക്കുമ്പോൾ അതിനെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാക്കി മാറ്റുക. ഈ സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്ത് തിന്മയ്ക്കായി നമ്മൾ വളച്ചൊടിക്കരുത്. അങ്ങനെയെങ്കിൽ ഒരിക്കൽ നമ്മൾ ഇതുപോലെ എഴുന്നേൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അകപ്പെടുമെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുതേ. ഇവിടെ ഈ അമ്മാവിയമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തെ നയിച്ച വ്യക്തിയാണ്, അമ്മയാണ്. ആ കുടുംബത്തെ ഉത്തരവാദിത്വത്തോടുകൂടെ നടത്തിയ ആളാണ്, മക്കളെ പോറ്റിയ ആളാണ്, കുടുംബത്തിന് വേണ്ടി ഓടി നടന്ന് കാര്യങ്ങൾ ക്രമപ്പെടുത്തിയ വ്യക്തിയാണ്. ഇന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ഒരു ബന്ധനത്തിലായിരിക്കുമ്പോൾ യേശു അടുത്തു വന്നവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. നമ്മുടെ എഴുന്നേൽക്കാൻ കഴിയാത്ത വിഷയങ്ങളുടെ മേൽ, പ്രവർത്തിക്കാൻ കഴിയാത്ത വിഷയങ്ങളുടെ മേൽ, ചലനമറ്റ് കിടക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം അടുത്തു വന്നാൽ നിശ്ചയമായും നിൽക്കും. ദൈവം അടുത്തു വരിക മാത്രമല്ല, നമ്മുടെ കൈക്ക് പിടിക്കുകയും ചെയ്യുന്നു. മാനുഷികമായ കരങ്ങൾ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിലൊക്കെ ആയിരിക്കുമ്പോൾ കരങ്ങൾ തന്നാലും ചിലപ്പോൾ ആ കരം നമ്മൾ അഗാധമായ ഗർത്തത്തിൽ പതിക്കാം. പക്ഷേ ഈ കരം എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ ഒരു കരമാണ്. 31-ാം വാക്യം വളരെ ശ്രദ്ധേയമായി നമ്മൾ പഠിക്കുമ്പോൾ, അവൻ അടുത്തു ചെന്ന് അവളെ കൈക്ക് പിടിച്ചു. ഒന്ന്, അടുത്തു പോവുകയാണ്, രണ്ട്, കൈക്ക് പിടിക്കുകയാണ്. അത് ബലമുള്ള കൈയാണ്, നീട്ടിയ ഭുജമാണ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ആ കരത്തിൽ പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയും ഇന്ന് വരെ അഗാധമായ ഗർത്തത്തിലേക്ക് പോയിട്ടില്ല, ചേറ്റിലേക്കും പോയിട്ടില്ല, നാശകരമായ കുഴിയിലേക്ക് തിരിച്ചു വീണിട്ടില്ല. കരമാണ്. ഈ കരത്തിൽ പിടിക്കുന്ന ഒരു വ്യക്തി രക്ഷപ്പെടും. ആ കരത്തിൽ പിടിച്ചാൽ ഒരു ഉറപ്പുള്ള കരമാണ്, രക്ഷ ചെയ്ത് നമ്മെ പുറത്തു കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിൽ എഴുന്നേൽക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ദൈവത്തെ സമീപിക്കുക. ദൈവം നമ്മുടെ അടുത്ത് വരാനുള്ള സാധ്യതകളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ദൈവം ഇന്ന് എഴുന്നേറ്റ് നമുക്ക് പ്രവർത്തിക്കാൻ ആരോഗ്യവും
ശക്തിയും തന്നിരിക്കുമ്പോൾ നമ്മൾ നിഗളിക്കരുത്, സ്വാർത്ഥരായി മാറരുത്. അതിനെ നന്മയാക്കി ദൈവത്തിനും ദൈവരാജ്യത്തിനും ദൈവരാജ്യ വിസ്തൃതിക്കും കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും അർത്ഥശൂന്യതയല്ല അർത്ഥം പകരുന്ന ജീവിതമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. പക്ഷേ അങ്ങനെ നമ്മളൊരു ജീവിതം ക്രമപ്പെടുത്തിയാൽ എഴുന്നേൽക്കാൻ കഴിയാത്ത മേഖലകളിൽ ദൈവം നമ്മുടെ അടുക്കൽ വരും. മനുഷ്യൻ ചിലപ്പോൾ അടുക്കൽ വന്നാൽ ചിലപ്പോൾ അവന് ഭക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുകൊടുത്ത് 2 വാക്കുകൾ പറഞ്ഞ് അവരങ്ങ് പോകും. പക്ഷെ ദൈവം നമ്മുടെ അടുത്ത് വന്ന് കരം പിടിച്ചാൽ മനുഷ്യനിലൂടെ ലഭിക്കുന്ന ചെറിയ ആശ്വാസമല്ല, അതൊരു വലിയ ആശ്വാസവും അതൊരു വലിയ രക്ഷയുമായി മാറും. ആ ബന്ധനം നമ്മെ വിട്ടുമാറും. പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു അമ്മ ഇന്ന് പ്രവർത്തിക്കാൻ കഴിയാതെ കിടക്കുകയാണ്. ആ അമ്മയെ പ്രവർത്തന സജ്ജമാക്കി മാറ്റുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ കരം. അടുത്തു വന്നു, കൈക്ക് പിടിച്ചു, എഴുന്നേൽപ്പിച്ചു. അത് അവളെ വിട്ടുമാറി. വീണ്ടും അവൾ പൂർവിക നാളെന്ന പോലെ ഒരു അമ്മയായി മാറുകയാണ്. പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള, സഞ്ചരിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള ആ അമ്മയുടെ ജീവിതാവസ്ഥകളെ മുറുകെ പിടിച്ചിരുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി പഴയതുപോലെ സ്വാതന്ത്ര്യമുള്ള പ്രവർത്തന സജ്ജമായ ഒരമ്മയായി മാറുകയാണ്. അപ്പോൾ ആ അമ്മയുടെ ഏതോ ഒരു നല്ല നന്മയുള്ള ജീവിതമാണ് അമ്മ വീണ് കിടന്നിട്ടും ദൈവം അടുത്തു വന്ന് ആ അമ്മയെ എഴുന്നേൽപ്പിച്ച് ഒരു പ്രവർത്തന സജ്ജമുള്ള അമ്മയാക്കി മാറ്റിയത്. എൻ്റെ ദൈവം എന്നെയും നിങ്ങളെയും നോക്കിക്കാണുമ്പോൾ വീണ്ടും എഴുന്നേൽപ്പിക്കണമെങ്കിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഓടാനും പാടാനും ദൈവത്തിന് വേണ്ടി നിൽക്കാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും തന്നിട്ടുള്ള ഈ സ്വാതന്ത്ര്യം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ, ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നമ്മൾ വീണു പോകുമ്പോൾ, നമ്മൾ എഴുന്നേൽക്കാൻ കഴിയാതെ വരുമ്പോൾ ദൈവം നമ്മുടെ അടുക്കൽ വന്ന് നമ്മെ എഴുന്നേൽപ്പിച്ച് വീണ്ടും പ്രവർത്തന സജ്ജമുള്ളവരാക്കി മാറ്റും. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന അവസരങ്ങളെ നമ്മൾ ദുർവിനിയോഗം ചെയ്ത് തിന്മയുടെ അനുഭവങ്ങളിൽ നമ്മൾ വസിച്ചാൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ വീണു പോകേണ്ട സാഹചര്യം വരുമ്പോൾ ദൈവം നമ്മെ കൈവിടും. ദൈവം നമ്മുടെ അടുക്കൽ വരത്തില്ല. ദൈവം നമ്മുടെ കരം പിടിക്കില്ല. നമ്മെ ബാധിച്ചിരിക്കുന്ന അവസ്ഥകൾ നമ്മെ വിട്ടു പോവുകയുമില്ല. നമ്മൾ വീണ്ടും അവിടെ കിടന്ന് അവശത അനുഭവിച്ച് ആ അവസ്ഥയിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. കൈകളെ ചലിപ്പിക്കാൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിൽ, കാണാൻ കണ്ണുകൾക്ക് നല്ല കാഴ്ചകൾ നൽകിയിട്ടുണ്ടെങ്കിൽ, നാവിന് നല്ല ബലം തന്നിട്ടുണ്ടെങ്കിൽ, ബുദ്ധിപരമായി ചിന്തിക്കുവാൻ ഈ ബ്രെയിനിൽ നല്ല ചിന്തകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. അതിനെ തിന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തരുത്. അങ്ങനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരു ജീവിതത്തിൽ നമ്മൾ വീണുപോയാൽ ദൈവം നമ്മുടെ അടുക്കൽ വരും, വീണ്ടും നമ്മെ പ്രവർത്തന സജ്ജമാക്കി മാറ്റും എന്നുള്ളതാണ്. അതാണ് ഈ പത്രോസിൻ്റെ അമ്മാവി അമ്മയിലൂടെ കാണാൻ കഴിയുന്നത്. ആ അമ്മയെ വീണ്ടും ഒരു അമ്മയാക്കി കുടുംബത്തിൽ, സഭയിൽ, സമൂഹത്തിൽ എല്ലാവരുടെ മുമ്പിൽ കർത്താവ് ശോഭയായി അലങ്കരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചിന്തകൾ നിർത്തുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവ്വശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല ചിന്തകൾക്കായി സ്തോത്രം ചെയ്യണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഞങ്ങൾ വീണു പോകുമ്പോൾ, ഞങ്ങൾക്ക് ദൈവം പ്രവർത്തിക്കാൻ കഴിയുന്ന സമയങ്ങളിൽ നമ്മൾ ഭംഗിയായി പ്രവർത്തിക്കുമ്പോൾ, ആത്മാർത്ഥമായി ശുദ്ധഹൃദയത്തോടെ നിഷ്കളങ്കരായി പ്രവർത്തിക്കുമ്പോൾ വീണു പോകുന്ന സമയങ്ങളിൽ ദൈവം നമ്മുടെ അടുക്കൽ വരും, നമുക്ക് കൈക്ക് പിടിക്കും, നമ്മെ എഴുന്നേൽപ്പിക്കും, നമ്മെ വീണ്ടും പൂർവികമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിപ്പിക്കും. ദൈവത്തോട് സംസാരിച്ച് വളരുവാൻ സഹായിക്കണം. ഞങ്ങളുടെ പ്രത്യേകമായ നിമിഷങ്ങളിലെ പ്രാർത്ഥനാനുഭവങ്ങൾ വളർത്തിയെടുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ വിവിധമായ ചലനങ്ങൾ ഉണ്ടാക്കുവാൻ ഞങ്ങളെ സഹായിക്കും. ഈ ധ്യാനം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിൻ്റെ കൃപ എല്ലാ ഭവനങ്ങളിലും വ്യക്തിപരമായ ജീവിതങ്ങൾ ഉണ്ടാകട്ടെ. ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്നവർക്ക് സൗഖ്യവും ആശ്വാസവും ദൈവകൃപയും ഉണ്ടാകട്ടെ. യേശു മുഖാന്തരം പ്രാർത്ഥന കേട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം ദൈവമുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.